ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, രജിസ്ട്രേഷന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, എന്തായി? അത് നടന്നില്ലമ്മേ. ഇനി അത് മറ്റൊരു ദിവസം നടക്കൂ. അയ്യോ, ആ രജിസ്ട്രാർ വലിയ കണിശക്കാരനാ. പിന്നെ അച്ഛന്റെ മറവിയും. അച്ഛന്റെ തിരിച്ചറിയൽ കാർഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കുകയും വേണം. മറ്റൊരു ദിവസം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുട്ടാ, അച്ഛനെ ചികിത്സിച്ചില്ലെങ്കിൽ ഇനി അസുഖം വഷളാവത്തേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്യണം. അച്ഛാ, കാക്കച്ചി എവിടെ? പറന്നോയോ? കാക്കച്ചി ഇവിടെ തന്നെ ഉണ്ട്. കണ്ണടച്ചോ. അപ്പൊ ഉരുളയും കൊണ്ടേ കാക്കച്ചി ഇതാ വരാൻ പോണു. അപ്പൊ ഇനി പപ്പി മോൾക്ക് തരാൻ പോവാ. കാക്കച്ചി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ? അതെങ്ങനെ? കാക്കച്ചിക്ക് ഇവിടുത്തെ ഭക്ഷണം ഇറങ്ങില്ലല്ലോ. ഇനിയിപ്പോ ഇത്രയും വൈകിയില്ലേ മോനെ, കുറച്ച് കഴിച്ചിട്ട് പോ. ഇവളുടെ ഒരു സന്തോഷത്തിനെങ്കിലും. ഓ, എന്റെ സന്തോഷത്തിനായിട്ട് ആരും കഴിക്കണ്ട. അവനവന് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഓ, ദൈവമേ. ആ ശ്യാമേ, നീ ഇരിക്കേ. രോഹിത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളമ്പി കൊടുക്കാം. എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എപ്പോഴും പറ്റുന്ന കാര്യമല്ലല്ലോ. ഞാൻ സാവധാനം കഴിച്ചോളാം അമ്മേ. അതെ, എല്ലാരും നന്നായിട്ട് കഴിച്ചേക്കണം. എല്ലാരും ഉണ്ടാവുമെന്ന് കരുതി ഞാൻ എല്ലാം കൂടുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കഴിച്ചില്ലെങ്കിൽ അപ്പുറത്തെ പശുവിന്റെ പിന്നാലെ രാവിലെ ഇതും കൊണ്ട് ഞാൻ ഓടേണ്ടി വരും. ഈ ഹോട്ടൽ പണിക്കിടയിൽ എനിക്ക് വയ്യ അതിന്റെ പിറകെ ഓടാൻ. അപ്പൊ മക്കള് ഇതും കൂടി കഴിച്ചാ മതി. എനിക്ക് മതി. എന്നാ കണ്ടോ, എന്റെ പപ്പിയോട് കഴിക്കണ കണ്ടോ. എന്നാ പപ്പിയോട് കഴിക്കടാ. എനിക്ക് മതി. ആഹാ, എന്നാ പിന്നെ സാരമില്ല, മക്കള് കൈ കഴുക. ചെൽ. അതെ, അതവിടെ ഒന്ന് കഴിച്ചിട്ട് പോയാ മതി. അവിടെ ചെന്നിട്ട് സത്യമ്മയുടെ ഭക്ഷണം കഴിച്ചോ. എന്നാ പിന്നെ കഴിച്ചിട്ട് പോവല്ലേ. ഞങ്ങൾ അച്ഛനെ കൊണ്ടാക്കാൻ പോയപ്പോ സത്യമ്മ നല്ല ചൂടിലായിരുന്നു. ഇനി രോഗത്തിനൊക്കെ നല്ല വഴക്കു പറഞ്ഞു. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പൊ എന്റെ പേടി അതല്ല. അവന്മാർക്ക് സ്വത്ത് എഴുതി കൊടുക്കാത്തതിന്റെ പേരില് വീണ്ടും അവര് മക്കളെ ഉപദ്രവിക്കാൻ വരുമോ? എന്തായാലും ഉടനെ ഒന്നും അവരൊരു കളി കൊണ്ട് വരില്ല. എന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കണം. പ്രത്യേകിച്ച് രോഹിത് ഇപ്പൊ കളം മാറ്റി ചവിട്ടിയ സ്ഥിതിക്ക് അവരുടെ പക മുഴുവൻ രോഹിത്തിനോടായിരിക്കും. ശരിയാ, അവര് പ്രതികരിക്കും. നന്നായി തന്നെ പ്രതികരിക്കും. അതറിഞ്ഞു തന്നെയാ ഞാൻ നടക്കുന്നേ. നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ലല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒഴിഞ്ഞാൽ മതിയായിരുന്നു എന്റെ ഭഗവാനെ.